Hi, welcome back. A very good morning to all of you. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് 13th നാളെ നിങ്ങളുടെ 14th തേർഡ് സെമസ്റ്റർ BBA കണ്ണൂർ യൂണിവേഴ്സിറ്റി 2019 സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമാണ്. ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും, അതായത് തേർഡ് സെമസ്റ്ററിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ കുട്ടികൾ തുടരെ ഇത് ചോദിച്ചതുകൊണ്ട് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, എന്തായാലും ചെയ്യണമെന്ന് യൂട്യൂബിലൊക്കെ കമൻറ്റ്സ് വന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇത് തുടങ്ങുന്നതിന് മുമ്പിലേ തന്നെ തേർഡ് സെമസ്റ്റർ BCOMന് ഇന്നലെ കഴിഞ്ഞ ഓൺട്രപ്രണർഷിപ്പ് എക്സാമിന് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ്റെ അതേപോലെ സെയിം റിപ്പീറ്റേഷനാണ് ഉണ്ടായത്. 99% ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഉണ്ടായത്. നല്ല എക്സാമാണെന്ന് കുട്ടികൾ ഫീഡ്ബാക്ക് തന്നിരുന്നു. സോ ഐ ഹോപ്പ് ദിസ് എക്സാം ഈസ് ഓൾസോ സിമ്പിൾ ടു യു. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഓർ ഫംഗ്ഷൻ. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ചെറുപ്പം മുതലേ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തൊരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. അത് തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് സിംപ്ലി ആൻ അക്കൗണ്ടിങ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ദെൻ അറിയാം, ദെൻ എസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ അറ്റ് ദ ഇയർ എൻഡിൽ, ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തതിനാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ ലോസ്. അത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ദെൻ അത് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യണം? പ്രൈമറി ബുക്കായ ജേണൽ ഓൺ വേർഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത്, ജേണലിന് ശേഷം നമ്മൾ ലെഡ്ജറിലേക്ക് വന്ന്, ലെഡ്ജറിലേക്ക് ശേഷം ട്രയൽ ബാലൻസിലേക്ക് വന്ന്, ട്രയൽ ബാലൻസിൽ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി, അതുപോലെ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി. ദെൻ അറ്റ് ദ എൻഡിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ദെൻ തേർഡ് വൺ, എസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നോട്ട് ടു നോ ദ പ്രോഫിറ്റ് or loss, whereas one more final account is their balance sheet. So the main aim behind the preparation of balance sheet is to know the financial position. അസറ്റിൻ്റെ സ്ട്രക്ചർ, ലാബിലിറ്റീൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ അസർട്ടൈനിങ്, അസിസ്റ്റിംഗ് ദ മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഇത് അസിസ്റ്റ് ചെയ്യുന്നത്? അസിസ്റ്റിംഗ് ദ മാനേജ്മെൻറ്റ് ബൈ പ്രൊവൈഡിങ് നെസസറി ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജർ ഈസ് ടു സീ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ദാറ്റ് ഈസ്, അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട്, എത്രത്തോളം ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ദെൻ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ മാനേജ്മെൻറ്റിന് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ പോസിബിൾ ആവും. സോ അതുകൊണ്ടാണ് അസിസ്റ്റിംഗ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് കമ്പനീൻ്റെ അകത്തുള്ള ആൾ തന്നെ ആയിരിക്കണം എന്നില്ല. മേ ബി ഇൻവെസ്റ്റേഴ്സ്, ഔട്ട്സൈഡേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട്. സോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്? സോ ഇവിടെ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് മെയിനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ accounting and cost accounting. Then third question, explain the limitations of accounting. ഇത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കറിയാം, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ്. സോ ഫിനാൻഷ്യൽ, അതായത് മോണിറ്ററി ടേംസിലെ ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻ. രണ്ടാമത്തത്, ഇഫക്ട്സ് ഓഫ് പ്രൈസ് ലെവൽ അക്കൗണ്ടിങ് ഇസ് നോട്ട് കൺസിഡേർഡ്. സോ നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ മാറുന്നതിനനുസരിച്ച് കമ്മോഡിറ്റീൻ്റെ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് നമ്മുടെ മാർക്കറ്റിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ചേഞ്ചസ് ഇതിൻ്റെ അകത്ത്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല.
ദെൻ പേഴ്സണൽ ബയാസ് ഓഫ് ദി അക്കൗണ്ടൻറ്റ്, അതായത് ഓരോ അക്കൗണ്ടൻറ്റ് എങ്ങനെയാണോ ഡിസിഷൻ എടുക്കുന്നത് അവരുടെ പേഴ്സണൽ ബയാസ് ഒരു പരിധിവരെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദെൻ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, സിൻസ് ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ഡാറ്റ, കഴിഞ്ഞ കാര്യങ്ങളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ദെൻ ഇറ്റ് ഷോസ് ഓൺലി ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ അവിടെ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ടോട്ടൽ പ്രോഫിറ്റ് ടോട്ടൽ ലോസ് എത്രയാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പെർ യൂണിറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പെർ ഡിവിഷൻ വെച്ചിട്ട് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ നോ കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്, ഇവിടെ കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഒന്നുമില്ല. ദെൻ പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ഡാറ്റ ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ലിമിറ്റേഷൻസിൽ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്യാപ്പ്? ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം അറിയാം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. സോ ദിസ് ഗ്യാപ്പ് റെഫേഴ്സ് ടു എ കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് FASB. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് ഗ്യാപ്പ് എന്ന് പറയാറ്. ഇതിനെ വേറെ ഒരു ടേമിലും ഭാഷയിലും കൂടി പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഗ്യാപ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അക്കൗണ്ടിങ് ലാംഗ്വേജ്. അക്കൗണ്ടിങ് ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് ഗ്യാപ്പ് എന്ന് പറയാറുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വാരിയസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കോൺവെൻഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കോൺസെപ്റ്റ്സ് ആൻഡ് കോൺവെൻഷൻസ് അക്കൗണ്ടിങ്ങിനുണ്ട്. സോ ദേ ആർ മെയിൻലി divided into accounting concepts are divided into 10, that is money measurement concept, business entity concept, going concern concept, cost concept, dual aspect concept, accounting period concept, matching concept, realization concept, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്. ദെൻ ഇവിടെ നമ്മൾ കോൺവെൻഷൻസിൽ പറയുന്ന കോൺവെൻഷൻസ് ഓഫ് ഡിസ്ക്ലോഷർ, കോൺവെൻഷൻസ് ഓഫ് കൺസിസ്റ്റൻസി, കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം ആൻഡ് കോൺവെൻഷൻസ് ഓഫ് മെറ്റീരിയാലിറ്റി. എന്താണെന്ന് ജസ്റ്റ് ഒരു ലൈനിൽ പറഞ്ഞുതരാം. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഓൺലി റെക്കോർഡഡ് ഹിയർ, ദാറ്റ് ഈസ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് മണി. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്നത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. സോ ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ് ഹിയർ. ദെൻ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആൻഡ് ബിസിനസ് ആർ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഓണേഴ്സ് ആൻഡ് ബിസിനസ് ആർ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അതായത് ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ട്രീറ്റഡ് ആസ് ലയബിലിറ്റി എന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യല്. അപ്പോൾ മൂന്നാമത്തെ കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ. This concept assumes that every business will continue for an indefinite time. That is, whether there is any അതായത് പിന്നെ അവിടെയുള്ള പിന്നെ ഷെയർ ഹോൾഡേഴ്സിനോ പാർട്ട്നേഴ്സിനോ എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടെങ്കിൽ തന്നെ ഇത് ഏതിനെ ബാധിക്കുന്നില്ല? നമ്മളെ കണ്ടിന്യൂറ്റീനെ ബാധിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ആക്ച്വൽ പ്രൈസ് ഇൻവോൾവ്. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. അവിടെ എന്ത് ആഡ് ചെയ്യുന്നില്ല? അവിടെ പ്രോഫിറ്റ് മാർജിൻ അവിടെ ആഡ് ചെയ്യുന്നില്ല. ദെൻ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇത് according to this concept, every transaction has two aspects, that is debit aspects and credit aspect, അല്ലെങ്കിൽ receiving aspect and giving aspect. So these two aspects are recorded in the books of account, that is dual aspect concept. Then പിന്നെ പറയുന്ന മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ according to this concept, cost or expenses of a business of a particular period are matched against the revenue of that period in order to ascertain the net profit or net loss. കറക്റ്റായിട്ട് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പീരീഡിൻ്റെ അക്കൗണ്ട്സ് ആണോ പ്രിപ്പയർ ചെയ്തത് ആ പീരീഡിൻ്റെ എക്സ്പെൻസ് ആ പീരീഡിൻ്റെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. ദെൻ റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് റവന്യൂസ് റെക്കഗ്നൈസ്ഡ് വെൻ എ സെയിൽ ഈസ് മെയ്ഡ് ഓർ എ സർവീസ് ഈസ് റെൻഡേർഡ് ടു എ കസ്റ്റമേഴ്സ്, വെദർ ഇറ്റ് ഈസ് ക്യാഷ് സെയിൽ ഓർ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് സെയിൽ ഓർ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ. അതായത് റിയലൈസേഷനും വേണം. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ എ സെയിൽ ഈസ് മെയ്ഡ്. അതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്.
The next വരുന്നത് objectivity concept. Objectivity concept means a material thing that can be seen or touched. So there must be some evidence or proof regarding the financial transaction. ഒരു പ്രൂഫിൻ്റെ ആവശ്യമാണെന്നാണ് പറയുന്നത്. Then accrual concept എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. The word accrue means to fall due അല്ലേ. So according to accrual concept, the total income earned and the total expenses incurred during the current period are taken into account irrespective of whether incomes are received or expenses are paid. അതായത് ഡ്യൂറിങ് ദ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ എത്രയാണോ എക്സ്പെൻസ് ഇൻക്രീ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയാണോ ഇൻകം നമുക്ക് ഏൺ ചെയ്തിട്ടുള്ളത് അത് മാത്രം എടുത്തിട്ട് ചെയ്യുക. അതാണ് അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് കോൺവെൻഷൻസിൽ മെയിനായിട്ട് 4 തരത്തിൽ പറയുന്നുണ്ട്. കോൺവെൻഷൻസ് ഓഫ് ഡിസ്ക്ലോഷർ, കോൺവെൻഷൻസ് ഓഫ് കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി ആൻഡ് അത് കൺസർവേറ്റിസം. സോ ഡിസ്ക്ലോഷറിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് മീൻസ് ദാറ്റ് ദ മെത്തേഡ്സ് adopted in one accounting year should be followed year after year. That is conventions of consistency. കൺസിസ്റ്റൻസിയിൽ പറയുന്നത് നമ്മൾ ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണോ ഫോളോ ചെയ്തത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പീരീഡ്സിലും നമ്മൾ ഫോളോ ചെയ്യണം. ഇടയ്ക്കിടെ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഇതൊന്നും നമ്മൾ ഗ്യാപ്പ് പ്രിൻസിപ്പിൾസ് ഒന്നും മാറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കോൺവെൻഷൻ ഇസ് ടു ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ എ ഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് മാനർ. ദർ ഷുഡ് നോട്ട് ബി എ മിസ്ലീഡിങ് ഇൻഫർമേഷൻ. മനസ്സിലായി? മിസ്ലീഡിങ് ആയിട്ടുള്ളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ദെൻ പിന്നെ കൺസിസ്റ്റൻസി ഓൾറെഡി പറഞ്ഞു. ദെൻ കൺസർവേറ്റിസം, കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു പേരാണ് പിന്നെ പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് പ്രുഡൻസ് എന്നും കൂടി പറയാറുണ്ട്. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ ദിസ് കോൺവെൻഷൻ ദി അക്കൗണ്ടൻറ്റ് ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ഓൾ ദ ലോസസ് ആൻഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ദം, ബട്ട് ഹി ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഫോർ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചറിലുണ്ടാകുന്ന പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നമ്മൾ ഫ്യൂച്ചറിലുണ്ടാകുന്ന ലോസസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് കോൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം പറയുന്നത്. സോ ദിസ് എ പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്നാണ് പറയുന്നത്. സോ എൻ അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഓൾ ദ ലോസസ് and make provision for them, but he should not anticipate future unrealized profit. Why so? It is because of this convention that we get an idea that an accountants are pessimistic എന്നാണ് പറയുന്നത്. സോ നമ്മൾ വരാൻ പോകുന്ന ലാഭത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നമ്മൾ വരാൻ പോകുന്ന നഷ്ടത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയാലിറ്റി. അക്കോർഡിംഗ് ടു ദിസ് കൺവെൻഷൻ ഓൺലി ദ മെറ്റീരിയൽ ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദ ബിസിനസ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ് ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുക. സോ ദീസ് ആർ ദ കോൺവെൻഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പ്രോബ്ലമാണ്. പ്രോബ്ലം ബേസ്ഡ് ഓൺ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ്, അതുപോലെ മാനേജറിയൽ കമ്മീഷൻ, ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വെച്ചിട്ടുള്ള അൺഎക്സ്പയർഡ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വെച്ചിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ +1 +2 പഠിച്ചതുപോലെയുള്ള പ്രോബ്ലംസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. ദെൻ നെക്സ്റ്റ്, define company and its features or characteristics. So according to Indian Companies Act 1956 or its Amendment Act Amendment Act of 2013. So according to Indian Companies Act 1956 or its latest Amendment Act of 2013, company is a company formed and registered for doing business. So what are the features of a company? So it is an incorporated association. So company is an incorporated association of persons created by the law of the country. എവിടെയാണോ കമ്പനി ഉള്ളത് ആ നാട്ടിലുള്ള ലോക്ക് അനുസരിച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു ഇതാണ് കമ്പനി. ദെൻ സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ദാറ്റ് ഈസ് എ കമ്പനി ആസ് എ ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെമ്പേഴ്സും ഓണേഴ്സും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ്. ദെൻ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ദർ ഇസ് ഈച്ച് ഷെയർ ഹോൾഡർ ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ amount of shares taken by them.
and they are not personally liable. Then perpetual existence, and even if the shareholders dies or he may suffer any diseases, the existence of the company should not affected. That is perpetual existence. Then commons, they have a common seal. So next question, what is forfeiture and reissue of shares? Forfeiture and reissue of share എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sometimes നമ്മൾ കമ്പനിയിൽ ഷെയർ അപ്ലിക്കേഷൻ, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പം ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യില്ല. ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് നമ്മൾ കളക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റേജ്, അലോട്ട്മെൻറ്റ് സ്റ്റേജ്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ കളക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇഫ് എ ഷെയർ ഹോൾഡർ pays the share application money and allotment money but does not pay the call money. Application money അയാൾ അടച്ച്, allotment money അടച്ച്, പക്ഷേ കോൾ മണി അയാൾ അടച്ചിട്ടില്ല. അത് അയാൾ ഡിഫോൾട്ട് വരുത്തി. അങ്ങനെ ഡിഫോൾട്ട് വരുത്തിയിട്ട് കമ്പനി അവരെ ഇൻഫോം ചെയ്ത് നിങ്ങളിങ്ങനെ കോൾ മണി അടച്ചിട്ടില്ല, നിങ്ങൾ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ അടക്കണം എന്ന് അവരെ പേഴ്സണലി അല്ലെങ്കിൽ ത്രൂ മെയിൽ വഴി അല്ലെങ്കിൽ ത്രൂ ലെറ്റർ വഴി അവരെ ഇൻഫോം ചെയ്തിട്ട് സ്റ്റിൽ ആ ഷെയർ ഹോൾഡർ ആ കോൾ മണി അടക്കുന്നില്ല എങ്കിൽ ആ കമ്പനിക്ക് ആ ഷെയർ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സോ ഈ ക്യാൻസൽ ചെയ്ത ഷെയർ പിന്നീട് ഇവർക്ക് വേറെ പുറത്ത് അത് വിൽക്കാം, സെയിൽ ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം. അതാണ് റീഇഷ്യൂ. സോ ഫോർഫീച്ചർ എപ്പോഴാണ് സംഭവിക്കുന്നത്? when the shareholder fails to pay the amount due on the shares. In such cases the company can cancel or forfeit those shares. So forfeiture, sometimes when a shareholder finds that he is unable to pay the calls made on him, he may voluntarily surrender or cancel the shares to the company. The effect of surrender of shares is the same as that of forfeiture. Forfeiture പോലെ തന്നെയാണ് സറണ്ടർ ചെയ്യുന്നതും. So the difference is that in case of surrender, the shareholder himself takes the initiative and the company is saved from the formalities of serving a notice and waiting till the period of the notice is over. അതായത് ഫോർഫീച്ചർ ആണെങ്കിൽ കമ്പനി അതിനെ വെയിറ്റ് ചെയ്ത് ആ ടൈമായി എന്നിട്ടും അടക്കുന്നില്ലെങ്കിൽ നോട്ടീസൊക്കെ അയച്ച് അവർ ഇൻഫോം ചെയ്തിട്ട് മാത്രമേ ക്യാൻസൽ ചെയ്യുള്ളൂ. നേരെ മറിച്ച് സറണ്ടർ എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് ക്യാൻസലായി പോകുന്നതാണ്. അവിടെ നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഈ സറണ്ടർ ആയാലും ഫോർഫീച്ചർ ആയാലും സംഭവിക്കുന്നത് when the shareholder fails to pay the amount due on shares, വീഴ്ച വരുത്തി കഴിഞ്ഞാലാണ്. സോ അങ്ങനെയുള്ള ഷെയർസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡ്, ആ ടൈം പീരീഡിന് ശേഷം ഈ കമ്പനികൾ എന്ത് ചെയ്യാം, ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് എന്ത് ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം, മാർക്കറ്റിൽ വേറെ ഇഷ്യൂ ചെയ്യാം. സോ ദ കമ്പനി ഫോർഫീറ്റ് ഷെയർസ് ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡ്യൂ എമൗണ്ട് ഓഫ് സച്ച് ഷെയർസ് ഇസ് റിസീവ്ഡ് ആൻഡ് ദ ബാലൻസ് റിമെയിൻസ് അൺപെയ്ഡ്. ഓൺ ഫോർഫീച്ചർ ദ അലോട്ട്മെൻറ്റ് ഓഫ് ദ മെമ്പർ holding share is cancelled. Therefore the company can reissue the forfeited shares at any price, but it should not be less than the amount in arrears of such shares. So when there is a forfeiture of shares and even after informing to them to pay the amount after completing the due date, then the company may reissue such shares. അതാണ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ജേർണൽ എൻട്രിയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കൊടുക്കും ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് കോൾ, ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് കൊടുക്കും. എപ്പോഴും ഷെയർ ക്യാപിറ്റലാണ് ഫോർഫീച്ചർ ചെയ്യുമ്പോൾ ഡെബിറ്റ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് കൊടുക്കുന്നത് ഏതൊക്കെ എമൗണ്ടാണ് അടക്കാൻ വീഴ്ച വരുത്തിയത്. ഇപ്പോൾ കോൾ മണി അടച്ചിട്ടില്ലെങ്കിൽ ടു ഷെയർ കോൾ, അതിന് അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഏതാണോ അടക്കാത്തത് അതാണ് നമ്മൾ 2 ആയിട്ട് എഴുതേണ്ടത്. ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ സെക്കൻഡ് കോൾ, ലാസ്റ്റ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ഷെയർ ആണോ ഫോർഫീറ്റ് ചെയ്തത് ആ ഷെയർ ഇൻറ്റു അതിൻ്റെ ഫേസ് വാല്യൂ. ദെൻ ടു ഷെയർ ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എത്രയാണോ അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. ടു ഷെയർ സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട് എത്രയാണോ അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടാണോ അടച്ചത്. ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയറാണ്, 2 രൂപ പിന്നെ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല, 2 രൂപ സെക്കൻഡ് കോൾ മണി അടച്ചിട്ടില്ല എങ്കിൽ 4 രൂപ അടച്ചിട്ടില്ല. സോ ഫസ്റ്റ് കോളിന് നേരെ 200 ഷെയർ ആണെങ്കിൽ 200 ഇൻറ്റു 2 400, സെക്കൻഡ് കോളിന് നേരെ 200 ഇൻറ്റു 3 600. ദെൻ അപ്പോൾ 2 3 5 രൂപ അതിന് ഓൾറെഡി പേയ്മെൻറ്റ് നടത്തി. ദെൻ 5 രൂപ പേയ്മെൻറ്റ്
5 രൂപ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, 5 രൂപ പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ നടത്തിയത് പേയ്മെൻറ്റ് അടച്ചത് ഷെയർ ഫോർഫീറ്റഡിലും നടത്താത്തത് കോളിന് നേരെയും കൊടുക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഫേസ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ കമ്പനിക്ക് എന്ത് ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം. സോ എൻട്രി നോക്കാൻ നല്ലോണം. റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി നമുക്ക് റീഇഷ്യൂ പല രീതിയിൽ ചെയ്യാം. പാറിൽ ചെയ്യാം, പ്രീമിയത്തിൽ ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. പാറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ദെൻ പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. റീഇഷ്യൂ ചെയ്യുമ്പം എപ്പോഴും ബാങ്കിനെയാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്. ഫോർഫീറ്റ് ചെയ്യുമ്പം എപ്പോഴും ഷെയർ ക്യാപിറ്റലിനെയാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്. ഓർത്ത് വെക്കുക. കാരണം റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കിലേക്കാണ് എമൗണ്ട് ബാലൻസ് വരുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ അതാണ് പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ. ദെൻ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. മനസ്സിലായോ? സോ ഡിസ്കൗണ്ടിൽ ചെയ്യുമ്പം ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിന് ഡിസ്കൗണ്ട് എമൗണ്ട് വെച്ച് ഡെബിറ്റ് കൊടുക്കുക. ദെൻ പ്രീമിയത്തിൽ ചെയ്യുമ്പോൾ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നിട്ട് ക്രെഡിറ്റ് കൊടുക്കുക. സോ അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഷെയർ ക്യാപിറ്റലിന് ഡെബിറ്റ് കൊടുക്കുക. ഏതൊക്കെയാണോ അടക്കാത്തത് അതൊക്കെ 2 വെച്ച് കൊടുക്കുക. ദെൻ അടച്ച എമൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് എമൗണ്ടിലേക്ക് കൊടുക്കുക. സോ പിന്നെ വന്നിട്ടുള്ളത് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ചെയ്താൽ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ. സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. XYZ Limited forfeits 200 equity shares of 10 each issued at par for non payment of first call. അതായത് 200 ഷെയർ ഫസ്റ്റ് കോളും അതേപോലെ തന്നെ സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ അടക്കാത്തുണ്ട്. പിന്നെ കമ്പനി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതായത് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 200 ഷെയർ പിന്നീട് അവർ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് ₹8 പെർ ഷെയർ, 10 രൂപേൻ്റെ ഷെയർ 8 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? സോ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റലിന് ഡെബിറ്റ് കൊടുക്കണം. സോ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 200 ഷെയർ 10 രൂപ വെച്ചിട്ട് 2000 രൂപ. ദെൻ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ ഏതൊക്കെയാണ് അടക്കാത്തത്? ഡ്യൂ ടു ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ ഫൈനൽ കോൾ. സോ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് ₹3, 200 × 3 600 Then to equity shares second call and final call 200 × 2 400. So 600 400 1000 ആയി അല്ലേ. സോ ₹300 ഫസ്റ്റ് കോൾ മണി അടച്ചിട്ടില്ല. ദെൻ ഫൈനൽ കോൾ മണി ₹3 ഫസ്റ്റ് കോൾ മണി അടച്ചിട്ടില്ല. അതുപോലെ ₹2 ഫൈനൽ കോൾ അടച്ചിട്ടില്ല. സോ അടക്കാത്തത് 5 രൂപയാണ്. സോ അടച്ചത് എത്രയായിരിക്കും? 5 രൂപയായിരിക്കും. 10 രൂപേൻ്റെ ഷെയർ ആണല്ലോ. 5 രൂപ അടച്ചിട്ടില്ല, 5 രൂപ അടച്ചിന്. സോ അടച്ച എമൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡിൽ വരും 200 × 5 1000. അടക്കാത്തത് കൺസേൺ കോളിന് നേരെ വരും. ഫസ്റ്റ് കോളിന് നേരെ 200 × 3 600 വരും. ഫൈനൽ കോളിന് നേരെ 200 × 2 400 വരും. സോ ഇതെല്ലാം കൂടിയിട്ടുള്ള എമൗണ്ടാണ് 2000 ഡെബിറ്റിൽ വരുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അടച്ച എമൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ നേരെ വരും. അടക്കാത്ത എമൗണ്ട് കൺസേൺ. ഇപ്പോൾ അലോട്ട്മെൻറ്റാണ് അടക്കാത്തതെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു ഒരു അലോട്ട്മെൻറ്റിൻ്റെ പൈസ എത്ര. കോൾ മണിയാണ് അടക്കാത്തതെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഒരു കോളിന് എത്ര പൈസ. ഫൈനൽ കോളാണ് അടക്കാത്തതെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഒരു ഫൈനൽ കോളിന് എത്ര എമൗണ്ട്, അങ്ങനെ. സോ ഡെബിറ്റിൽ കൊടുക്കുന്നത് ഫേസ് വാല്യൂ 200 × 10 2000. സോ അതിൻ്റെ നരേഷൻ ബീയിങ് ദ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി. ദെൻ ഇതേ സംഭവം എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന അറ്റ് പാറിലാണ് പറയുന്നുണ്ട്. 10 each at par for non payment of first call and second call. These shares are reissued as fully paid up ₹8 per share. സോ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഡെബിറ്റ് കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ടിനാണ്. 8 രൂപ വെച്ചിട്ടാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. സോ എത്ര ഷെയർ ഉണ്ട്? 200 ഷെയർ ഉണ്ട്. സോ 200 × 8 1600. ദെൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് നമ്മളിവിടെ പിന്നെ എന്താ ചെയ്തത്? ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ടു ഷെയർ ഫോർഫീറ്റഡിന് നമ്മൾ ക്രെഡിറ്റാണ് കൊടുത്തത്. ലിസൺ മീ കെയർഫുള്ളി. ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടു ഷെയർ ഫോർഫീറ്റഡിന് ക്രെഡിറ്റാണ് കൊടുത്തത്. സോ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർ ഫോർഫീറ്റഡിന് ഡെബിറ്റാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ എത്ര എമൗണ്ടാണ് എടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് എത്രയാണ് ലോസ് സംഭവിച്ചത്? റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണ് ലോസ് സംഭവിച്ചത്? ആ ലോസിൻ്റെ എമൗണ്ടാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. സോ ഇവിടെ 10 രൂപേൻ്റെ ഷെയർ
8 രൂപക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത് അല്ലേ. അപ്പോൾ 8 രൂപക്ക് റീഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ നമുക്ക് അവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ലോസിൻ്റെ എമൗണ്ട് 2 rupees, 2 into 200 ദാറ്റ് ഇസ് 400. അതാണ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ 400 വരുന്നത്. ദെൻ ക്രെഡിറ്റ് വരുന്നത് ടു ഷെയർ ക്യാപിറ്റലാണ്, ദാറ്റ് ഈസ് 200 ഇൻറ്റു ഫേസ് വാല്യൂ 10 രൂപ 2000. ഇങ്ങനെയാണ് റീഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് 1600, share forfeited account debtor 400, then equity share capital 2000. Narration: forfeited shares are reissued at rupees 8 each. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഫോർഫീറ്റഡിന് ഡെബിറ്റ് കൊടുക്കണം, ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഫോർഫീറ്റഡിന് ക്രെഡിറ്റ് കൊടുക്കണം. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ഫോർഫീറ്റഡിൽ എത്ര എമൗണ്ടാണോ അടച്ചത് അത് കൊടുക്കും. ഇവിടെ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഫോർഫീറ്റഡിൽ എത്ര എമൗണ്ടിൻ്റെ ആണോ നഷ്ടം സംഭവിച്ചത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഒരു 8 രൂപക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത് 10 രൂപേൻ്റെ ഷെയർ. സോ അവിടെ ഒരു ഷെയറിൽ 2 രൂപ വെച്ചിട്ട് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ 200 ഷെയർ ഉണ്ട്. സോ 200 ഇൻറ്റു 2 400. ഓക്കെ, ഇതാണ് എൻ്റെ ജേണൽ എൻട്രി, എൻ്റെ നരേഷൻ. ബാലൻസ് ഇനി ദെൻ പിന്നെന്ത് ചെയ്യുക, ഈ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. സോ എത്രയാണ് ബാലൻസ് ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, വെരി സിമ്പിളാണ്. ഇവിടെ നോക്കുക, നമ്മൾ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 1000 rupees ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. അതാ നോക്കുക, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 1000 rupees ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇതേ ഷെയറിനെയാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവിടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 400 rupees ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. സോ 1000 രൂപ ക്രെഡിറ്റ് ബാലൻസ്, 400 രൂപ ഡെബിറ്റ് ബാലൻസ്. സോ അതിൻ്റെ ഡിഫറൻസ് 600 രൂപ ക്രെഡിറ്റ് ബാലൻസ്. ഈ 600 രൂപയാണ് അവിടത്തേക്ക് മാറ്റേണ്ടത്, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് ഫൈനൽ എൻട്രി, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 600 rupees. സോ ബാലൻസ് ഓഫ് ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. സോ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ന്യൂ ഫോമാറ്റ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. ദെൻ ഫോമാറ്റ് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. ന്യൂ ഫോമാറ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി നിങ്ങൾ നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് CDT എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ്. സോ എന്താണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്? ഇസ് എ കൈൻഡ് ഓഫ് ടാക്സ് ദാറ്റ് ചാർജ് ഓൺ ഡിവിഡൻഡ് പെയ്ഡ് ബൈ കോർപ്പറേറ്റ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന ഡിവിഡൻഡിന് കൊടുക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ കമ്പനീൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്ന ഡിവിഡൻഡാണ്. സോ ആ ഡിവിഡൻഡിന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡിൻ്റെ മേലെ കൊടുക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ. ഹെൻസ് ടാക്സ് ഓൺ ഡിവിഡൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ എക്സംപ്റ്റഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ. അതായത് കമ്പനി മൊത്തം ഡിവിഡൻഡിന് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഡബിൾ ടാക്സേഷൻ ഇൻകം ടാക്സിൽ ഇല്ല. അപ്പോൾ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി മൊത്തത്തിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ ഇത്ര % ഡിവിഡൻഡിന് അവർ ടാക്സ് കൊടുക്കുന്നത്. ഓൾറെഡി കമ്പനി കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഡിവിഡൻഡിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദ കമ്പനി ഡിഡക്ട്സ് ടാക്സ് ഓൺ എമൗണ്ട് പെയ്ഡ് ആസ് ഡിവിഡൻഡ്. ദിസ് ഈസ് കോൾഡ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. സോ CDT മനസ്സിലായിട്ടുണ്ടാവും, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് എക്സ്റ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അറിയാൻ തോന്നുന്നു. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്? ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ എന്തില്ല, എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് യാതൊരു തരത്തിലുള്ള ക്ലെയിംസും ഇല്ല. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഓർഗനൈസേഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് കമ്പനി ടു സെറ്റ് ഓഫ് ഇറ്റ്സ് ഹ്യൂജ് ലോസസ്. കമ്പനീൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് കമ്പനി റീഓർഗനൈസ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അവിടെ എന്തില്ല, ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. ദെൻ സെക്കൻഡ് ഡിഫറൻസീസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ലോസസ് ആണ്. എങ്ങനെയാണ്? ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ കാണുന്നുണ്ടോ എൻ്റെ സ്ക്രീനിൽ എന്നറിയില്ല. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ റെഡ്യൂസസ് ദ ഷെയർ ക്യാപിറ്റൽ ടു ഇറ്റ്സ് ട്രൂ വാല്യൂ ആൻഡ് ദ സെയിം എമൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ടു എലിമിനേറ്റ് അക്യുമുലേറ്റഡ് ലോസസ് and fictitious assets written down the inflated assets of the company. That is, അവിടെ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂ വാല്യൂവിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ എമൗണ്ട് തന്നെ നമ്മൾ അക്യുമുലേറ്റഡ് ലോസസ് എലിമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ ദി പാസ്റ്റ് ലോസസ് ഓഫ് ദ പ്രീവിയസ് കമ്പനി കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ന്യൂ കമ്പനി. എന്താണ് പാസ്റ്റ് ലോസ് ഓഫ് ദ പ്രീവിയസ് കമ്പനി? മുമ്പേ ഉള്ള കമ്പനീൻ്റെ
പഴയ ലോസസ് ഒരിക്കലും പുതിയ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വൈ സോ? ദിസ് ഈസ് സോ ബിക്കോസ് ദ ഓൾഡ് കമ്പനി സീസസ് ടു എക്സിസ്റ്റ്. പഴയ കമ്പനി അവിടെ ക്യാൻസലായി. ദെൻ പിന്നെ പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി. ഇൻ ദ കേസ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നോ ന്യൂ കമ്പനി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നില്ല. വേറെസ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ എ ന്യൂ കമ്പനി ഗെറ്റ്സ് ഫോംഡ് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ പുതിയ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ പുതിയ കമ്പനി ഫോം ചെയ്യുന്നില്ല. ഇനി ലിക്വിഡേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ദർ ഈസ് നോ ലിക്വിഡേഷൻ ആൻഡ് ഹെൻസ് നോ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഇറ്റ് അലൗസ് ദ എക്സിസ്റ്റിംഗ് കമ്പനി ടു ബി കണ്ടിന്യൂഡ്. എക്സിസ്റ്റിംഗ് കമ്പനീനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാണ്ട് അവിടെ ലിക്വിഡേഷൻ സംഭവിക്കുന്നില്ല. വേറെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിലെ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. പഴയ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഈസിനെസ്, പിന്നെ അതിൻ്റെ internal reconstruction is a slow and tedious process. It requires authorization by the articles of association and passing of a special resolution. Internal reconstruction നടത്തണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ കമ്പനി മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. വേറെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് മോർ ഈസിലി. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പിന്നെ ടെർമിനോളജിയിൽ പറയുന്നത് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ആഫ്റ്റർ അണ്ടർഗോയിങ് റീകൺസ്ട്രക്ഷൻസ് കണ്ടെയ്ൻസ് ദ സ്പെസിഫിക് വേർഡ് ആൻഡ് റെഡ്യൂസ്ഡ്. അങ്ങനെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്ത ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ ആൻഡ് റെഡ്യൂസ്ഡ് എന്ന് പറയുന്ന വേർഡ് അവിടെ ചേർക്കണം, ടെർമിനോളജി ചേർക്കണം. വേറെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ നോ സച്ച് സ്പെസിഫിക് ടെർമിനോളജി ഈസ് യൂസ്ഡ്. അവിടെ ആൻഡ് റെഡ്യൂസ്ഡ് എന്ന് പറയുന്ന ടേംസ് ഒന്നും അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ട്രിബ്യൂണൽസ് അപ്രൂവൽ. വാട്ട് അബൌട്ട് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ? അപ്രൂവൽ ഓഫ് ദ കോർട്ട് is a must. Internal reconstruction court approval must-ആണ്. Whereas external reconstruction no such approval from the court is required. Then പിന്നെ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ അവിടെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. വേറെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ പഴയ കമ്പനി മാറിയിട്ട് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കമ്പനി ആർ ട്രാൻസ്ഫേർഡ് ടു ദ ന്യൂ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഗവേണിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഈസ് ഗവേൺഡ് ബൈ സെക്ഷൻ 66 ഓഫ് ദ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2013. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2013 വന്നിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ 66 ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2013 സെക്ഷൻ 232 ആണ് ഡീൽ ചെയ്യുന്നത്, സെക്ഷൻ 232. So these are the differences between internal reconstruction and external reconstruction. I hope you all are clear with my explanation and also and laptop clear ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, വളരെ പതുക്കെ ക്ലാസ് കേട്ട് എഴുതി പഠിച്ചോളുക. Then next, differences between amalgamation in the nature of merger and amalgamation in the nature of purchase. So following are the important differences between these two. അതിൽ ഒന്നാമത്തെ പറയുന്നത് amalgamation in the nature of purchaseലാണെങ്കിൽ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. amalgamation in the nature of merger ആണെങ്കിൽ നമ്മൾ all assets and liabilities are not transferred. Okay. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ അവിടെ കേഴ്സർ ഇങ്ങോട്ടായിട്ടുണ്ട്. അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജറിൽ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിലാണെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ those equity shareholders to become the shareholders of transferee company who give 90% share. അതായത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഹോൾഡിംഗ് 90% ക്യാപിറ്റൽ, അതായത് 90% മുകളിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരായി മാറുന്നുണ്ട്? ട്രാൻസ്ഫറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ദോസ് ഷെയർ ഹോൾഡേഴ്സ് ഡോണ്ട് ഹാവ് ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അമൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസിൽ എന്താവുന്നില്ല? ട്രാൻസ്ഫറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നില്ല. ദെൻ മൂന്നാമത്തേൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ബൈ
ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നത്, അതായത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പർച്ചേസിങ് കമ്പനി വെണ്ടർ കമ്പനി കൊടുക്കുന്ന എമൗണ്ട് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. അത് ഡിസ്ചാർജ് ചെയ്യുന്നത് ഫുള്ളി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്. അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് നോ നീഡ് ടു ഡിസ്ചാർജ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയറിന് ഇഷ്യൂ ചെയ്തിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കണമെന്നില്ല. അവിടെ നമുക്ക് ഷെയറും അതുപോലെ തന്നെ ഡിബെഞ്ചറും അതുപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് ക്യാഷൊക്കെ ആയിട്ട് കോമ്പിനേഷൻസിൽ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ മെറ്റ് ചെയ്താൽ മതി. Then amalgamation in the nature of merger in the case, same business is to be continued. From amalgamation in the nature of purchase in the case, no need to continue the same business. The next difference, all reserves are to be recorded at their existing carrying value, whereas amalgamation in the nature of purchase in the case, only statutory reserves are to be recorded at their existing carrying value. Statutory reserve മാത്രമേ existing carrying value നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ബാക്കിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. So these are the important differences between amalgamation in the nature of merger and amalgamation in the nature of purchase. So I hope you all are understood with my explanation. ഇപ്പം തന്നെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് 35 മിനിറ്റ്സിന് മുകളിലായി. സോ നാളെയാണ് നിങ്ങളുടെ മറ്റന്നാൾ 14th നിങ്ങളുടെ എക്സാം. സോ ഈ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ദെൻ ഇതിൽ ഡിസ്കസ് ചെയ്ത തിയറി ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീൻ്റെ ഇത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം റിസ്റ്റെജു. ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് പാസ്സാകാൻ നോക്കുക. സോ താങ്ക് യു വൺസ് അഗെയിൻ. If you have benefited this channel, please support me. Thank you.